ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ഇത് നമുക്ക് അപ്പത്തിന്, ഇടിയപ്പത്തിന്, ചപ്പാത്തിക്ക്, പുട്ടിന് എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എങ്ങനെയത് ചെയ്യുന്നത് നോക്കാം. നല്ല ചാറോട് കൂടിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം. പിന്നെ കുറച്ച് മസാലകൾ എല്ലാം കൂടെ ചേർന്ന് വരുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ജീരകം അതെല്ലാം ചേർന്ന് വരുന്ന ഒരു ടീസ്പൂണ്, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക്, ഇതും ഒന്ന് പൊടിച്ച് എടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാള ഇപ്പോൾ സവാള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ ആദ്യം പൊടിച്ചെടുത്ത മസാലകൾ അത് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത്. ഇപ്പോൾ ഞാൻ ഒരു തേങ്ങ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിക്കായിട്ട് കുറച്ച് പാൽ പിഴിഞ്ഞെടുത്തത്. ഇത്രയും പാൽ, നല്ല കട്ടിക്കുള്ള പാൽ പിഴിഞ്ഞെടുത്തു. മിക്സിയിലടിച്ചാണ് എടുത്തത്. അതിനുശേഷം ഒരു 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച്, നമ്മുടെ അളവ് കപ്പിൽ തന്നെ, ഈ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച്, ഇത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു പാല്, 2ാം പാല്. ഇത് ഫസ്റ്റ് പാല്. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് 2ാം പാലാണ്. തേങ്ങ എളുപ്പത്തിൽ ചിരകിയെടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെനിക്കിപ്പോൾ നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അത് എളുപ്പത്തിൽ തേങ്ങ ചിരകാൻ പ്രയാസമുള്ളവർക്കൊക്കെ ആ മെത്തേഡ് ഫോളോ ചെയ്യാം. വളരെ എളുപ്പത്തിൽ തന്നെ ഒരു 1-2 മിനിറ്റിൽ നമുക്ക് തേങ്ങ ചിരകിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ നമുക്കിനി
അപ്പോൾ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, നമ്മൾ പൊടിച്ചു വെച്ച ഹോൾ സ്പൈസസ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം തന്നെ ചേർത്ത് കൊടുത്തു. ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്കിതിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് കട്ടി കുറഞ്ഞ പാലാണ്. 2 കപ്പ് വയ്ക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. ഇത് ഒരു കട്ടി കുറഞ്ഞ പാലാണ്. അപ്പോൾ ആദ്യം തിക്കായിട്ട് ഒരു കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം കൂടുതൽ വെള്ളം ചേർത്ത് ഈ 2 കപ്പ് പാല്, കുറച്ച് കട്ടി കുറഞ്ഞ പാലാണ്, അതിവിടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. അപ്പോൾ കട്ടി കുറഞ്ഞ പാലൊഴിക്കുമ്പോൾ നമുക്ക് പിരിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇപ്പോൾ നമുക്ക് നോക്കാം. ഉപ്പ്, എരിവ് ഇപ്പോൾ ഇതിലെല്ലാം പാകത്തിനുണ്ട്. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കട്ടിയുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചതിന് ശേഷം അര കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി തിളയ്ക്കണ്ട. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ മുറിച്ചിടുന്നതാണ് ഈ കറിക്ക് നല്ലത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട ചേർത്ത് കൊടുത്തു. ചിലതിങ്ങനെ കമഴ്ത്തി ഇട്ട് കൊടുത്തു. കുറച്ച് മഞ്ഞൾക്കരുവൊക്കെ നമുക്കിതിൽ ഈ ചാറിൽ കലർന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ചിൽഡ്രൻ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.